ആൻഡ്രോയിഡിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൊപ്രൈറ്ററി ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, ഓപ്പൺ സോഴ്സ് ലൈസൻസസ്. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ. Some software has source code that only the person, team or organization who created it and maintains exclusive control over it. This kind of software is proprietary or closed source software. സോഫ്റ്റ്വെയറിൽ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ചില സോഫ്റ്റ്വെയറിൽ സോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ ആ സോഫ്റ്റ്വെയറിൻ്റെ ആക്ച്വൽ പ്രോഗ്രാം, ആ പ്രോഗ്രാം അത് ഡെവലപ്പ് ചെയ്ത ആൾക്ക് അല്ലെങ്കിൽ ടീമിന് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന് ആയിരിക്കും അതിൻ്റെ ഫുൾ കൺട്രോൾ. എന്ന് പറഞ്ഞാൽ ആ സോഴ്സ് കോഡ്, ആ പ്രോഗ്രാം അവർക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റൂ. ഡെവലപ്പ് ചെയ്ത പേഴ്സൺസ് അല്ലെങ്കിൽ ടീം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ. ആ ഒരു സോഫ്റ്റ്വെയർ ചിലപ്പം പലരും വാങ്ങിച്ചിട്ടുണ്ടാകും. പക്ഷെ അങ്ങനെ വാങ്ങിക്കുമ്പോൾ അവർക്ക് എക്സിക്യൂട്ടബിൾ മോഡ്യൂൾസ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ആ വാങ്ങിക്കുന്നവർക്കൊന്നും സോഴ്സ് കോഡ് എന്ന് വെച്ചാൽ ആ സോഫ്റ്റ്വെയറിൻ്റെ ആക്ച്വൽ പ്രോഗ്രാം കൊടുക്കത്തില്ല. ആക്ച്വൽ പ്രോഗ്രാം അല്ലെങ്കിൽ സോഴ്സ് കോഡ് എപ്പോഴും ആ ഏത് ഓർഗനൈസേഷനാണോ അല്ലെങ്കിൽ ഏത് ടീമാണോ അല്ലെങ്കിൽ ഏത് വ്യക്തികളൊക്കെയാണോ ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത് അവരുടെ കൺട്രോളിലായിരിക്കും ആ സോഴ്സ് കോഡ്, അല്ലെങ്കിൽ അവർക്ക് മാത്രമേ ആ പ്രോഗ്രാം കാണൂ. ആ ടൈപ്പ് സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ദിസ് കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർ ഈസ് പ്രൊപ്രൈറ്ററി ഓർ ക്ലോസ്ഡ് സോഴ്സ് സോഫ്റ്റ്വെയർ. ക്ലോസ്ഡ് സോഴ്സ് കാരണം അതിൻ്റെ സോഴ്സ് കോഡ് ക്ലോസ്ഡ് ആണ്, വേറെ ആർക്കും കാണാനോ ആക്സസ് ചെയ്യാനോ പറ്റില്ല. ആ സോഴ്സ് കോഡ് എന്ന് വെച്ചാൽ ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന ആ പ്രോഗ്രാം അതിൻ്റെ ഡെവലപ്പേഴ്സിൻ്റെ കയ്യിൽ മാത്രമായിരിക്കും. അങ്ങനത്തെ സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. Only the original authors of proprietary software can legally copy, inspect and alter that software. ഈ സോഫ്റ്റ്വെയറിൻ്റെ ഒറിജിനൽ ഓതേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ഒറിജിനൽ ഡെവലപ്പേഴ്സ്, അവർക്ക് മാത്രമേ ഈ സോഫ്റ്റ്വെയർ ലീഗലി കോപ്പി ചെയ്യാൻ പറ്റൂ, ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റൂ. ഇനി വേണം എന്നുണ്ടെങ്കിൽ അതിൽ ആൾട്ടറേഷൻസ് എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് വരുത്താൻ പറ്റും. ആൻഡ് ഇൻ ഓർഡർ ടു യൂസ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ, computer users must agree, usually by signing a license displayed the first time they run the software, that they will not do anything with the software that the software's authors have not expressly permitted. ഇങ്ങനത്തെ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ യൂസ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. The term open source refers to something people can modify and share because its design is publicly accessible. നേരത്തെ ക്ലോസ്ഡ് ആയിരുന്നു, ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പൺ സോഴ്സ്. ഓപ്പൺ സോഴ്സ് റെഫേഴ്സ് സംതിങ് പീപ്പിൾ ക്യാൻ മോഡിഫൈ. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ അത് വാങ്ങിക്കുന്ന യൂസേഴ്സിന് അതിൽ മോഡിഫിക്കേഷൻസ് ചെയ്യാം. അത് വേറെ ആർക്ക് വേണമെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. കാരണം ആ സോഫ്റ്റ്വെയർ ഡിസൈൻ എന്നുള്ളത് പബ്ലിക്കലി ആക്സസിബിൾ ആണ്. ആർക്ക് വേണോ അത് ആക്സസ് ചെയ്യാം. അവിടെ റെസ്ട്രിക്ഷൻസ് കുറവാണ്. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഈസ് സോഫ്റ്റ്വെയർ വിത്ത് സോഴ്സ് കോഡ് ദാറ്റ് എനിവൺ ക്യാൻ ഇൻസ്പെക്ട്, മോഡിഫൈ ആൻഡ് എൻഹാൻസ്. നമ്മൾ നേരത്തെ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അതിൻ്റെ സോഴ്സ് കോഡ് യൂസേഴ്സിന് കിട്ടത്തില്ല, അത് അതിൻ്റെ ഡെവലപ്പേഴ്സിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും, അത് നമുക്ക് ആക്സസിബിലിറ്റി ഇല്ല. ഇവിടെ നേരെ തിരിച്ചാണ്. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ സോഴ്സ് കോഡ് ആർക്ക് വേണമെങ്കിലും ഇൻസ്പെക്ട് ചെയ്യാം, മോഡിഫൈ ചെയ്യാം എന്ന് വെച്ചാൽ അതിൽ ചേഞ്ചസ് വരുത്താം. പിന്നെ എൻഹാൻസ് എന്ന് വെച്ചാൽ ആ സോഫ്റ്റ്വെയറിൽ ഇപ്പോൾ ഇല്ലാത്ത ഏതെങ്കിലും എക്സ്ട്രാ മോഡ്യൂൾസ് നമുക്ക് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ച് എഴുതി ഡെവലപ്പ് ചെയ്തതിന് ശേഷം ആ എക്സിസ്റ്റിംഗ് മോഡ്യൂളിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്ത് അതിൻ്റെ ഫങ്ഷനാലിറ്റി നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഇത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സോഴ്സ് കോഡ് ഈസ് ദി പാർട്ട് ഓഫ് സോഫ്റ്റ്വെയർ ദാറ്റ് മോസ്റ്റ് കമ്പ്യൂട്ടർ യൂസേഴ്സ്
ഡോണ്ട് എവർ സീ. സാധാരണ സോഴ്സ് കോഡ് പ്രോഗ്രാം നമ്മളൊരു സോഫ്റ്റ്വെയർ നമ്മൾ വാങ്ങിച്ച് യൂസ് ചെയ്യുള്ളൂ, അല്ലാതെ ആ സോഫ്റ്റ്വെയറിൻ്റെ സോഴ്സ് കോഡ് നമ്മൾ സാധാരണ കാണത്തില്ല. ഇറ്റ് ഈസ് ദി കോഡ് computer programmers can manipulate to change how a piece of software, a program or application works, can improve that program by adding features to it or fixing parts that don't always work correctly. സോഴ്സ് കോഡാണ് ഇതിൻ്റെ മെയിൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തണമെങ്കിൽ, എന്ന് വെച്ചാൽ ആൾട്ടറേഷൻസ് വരുത്തണമെങ്കിൽ സോഴ്സ് കോഡിൽ നമ്മൾ ചേഞ്ചസ് വരുത്തണം. അപ്പം സോഴ്സ് കോഡ് മാറ്റിക്കഴിഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ വർക്കിംഗ് രീതി മാറും. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൽ സോഴ്സ് കോഡ് നമ്മളെ ആ സോഫ്റ്റ്വെയറിൻ്റെ കൂടെ തന്നെ നമുക്ക് സോഴ്സ് കോഡ് കൂടെ കിട്ടും. എന്ന് പറഞ്ഞാൽ നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഈ സോഴ്സ് കോഡിൽ ചേഞ്ചസ് വരുത്താം. അപ്പോൾ അവിടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാം. അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിൻ്റെ ഫങ്ഷനാലിറ്റി കൂടും. അല്ലെങ്കിൽ ഓൾറെഡി ഏതെങ്കിലും ഫംഗ്ഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നമുക്ക് തോന്നിയാൽ നമുക്ക് വേണമെങ്കിൽ ആ പ്രോഗ്രാം കറക്റ്റ് ചെയ്ത് ആ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാം. ഇങ്ങനെയൊക്കെയുള്ള ഫുൾ ഫ്രീഡം ഏതിലുണ്ട്? ഈ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിനകത്ത്. അടുത്ത ഓപ്പൺ സോഴ്സ് ലൈസൻസ്. ഈ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ലൈസൻസ് ഉണ്ട്, പല ടൈപ്പ് ലൈസൻസ് ഉണ്ട്. അതിലോട്ടാണ് നമ്മൾ ഇനി അടുത്ത പോകുന്നത്, ഓപ്പൺ സോഴ്സ് ലൈസൻസ്. An open source license allows for a software product to be shared in certain ways or for some type of collaborative research or development. ഈ ഓപ്പൺ സോഴ്സ് ലൈസൻസ് വെച്ചാണ് ഒരു സോഫ്റ്റ്വെയർ നമുക്ക് വേറെ പല ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്ത് യൂസ് ചെയ്യാനും അതേപോലെ പലരുമായിട്ട് ഷെയർ ചെയ്ത് കൊളാബറേറ്റീവ് റിസർച്ച് നടത്താനും ഡെവലപ്മെൻറ്റ് നടത്താനും ഒക്കെ നമുക്ക് ഏത് കൊണ്ട് സാധിക്കും? ഈ ഓപ്പൺ സോഴ്സ് ലൈസൻസ് കൊണ്ട് സാധിക്കും. ഓപ്പൺ സോഴ്സ് ലൈസൻസിങ് allows the source code of a project to be open or transparent, utilized by third parties, or changed or manipulated by members of a developer community. നമ്മൾ നേരത്തെ പറഞ്ഞു ഏത് സോഫ്റ്റ്വെയറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ സോഴ്സ് കോഡ് എന്ന് വെച്ചാൽ പ്രോഗ്രാമാണ്. അപ്പം സോഫ്റ്റ്വെയറിൽ പുതിയ മോഡ്യൂൾസ് ആഡ് ചെയ്യണമെങ്കിലും എക്സിസ്റ്റിംഗ് മോഡ്യൂൾസ് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യണമെങ്കിലും ഒക്കെ നമുക്ക് ഈ സോഴ്സ് കോഡിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ഇതെല്ലാം ഈ ഓപ്പൺ സോഴ്സ് ലൈസൻസിങ്ങിൽ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ സോഴ്സ് കോഡ് ഓപ്പൺ ഓർ ട്രാൻസ്പെറൻറ്റ് വെച്ചാൽ ആ സോഴ്സ് കോഡ് ആർക്ക് വേണോ കാണാം, അത് ഓപ്പൺ ആണ്. അതേപോലെ യൂട്ടിലൈസ്ഡ് ബൈ തേർഡ് പാർട്ടീസ്. ഈ സോഫ്റ്റ്വെയർ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറിൽ സോഴ്സ് കോഡ് എപ്പോഴും ഡെവലപ്പേഴ്സിൻ്റെ കയ്യിൽ മാത്രമായിരിക്കും, അവർ വേറെ ആർക്കും കൊടുക്കത്തില്ല. ഇവിടെ അങ്ങനെയല്ല, തേർഡ് പാർട്ടീസിന് അത് യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ യൂസ് ചെയ്യാമെന്ന് മാത്രമല്ല ആ സോഫ്റ്റ്വെയറിൽ വേണമെങ്കിൽ ചേഞ്ചസ് വരുത്താം. നമ്മൾ ഫർദർ എൻഹാൻസ്മെൻറ്റിന് വേണ്ടി നമുക്ക് മാനിപ്പുലേഷൻ നടത്താം. ഇതിനൊക്കെയുള്ള ലൈസൻസിങ് ആര് തരുന്നുണ്ട്? ഓപ്പൺ സോഴ്സ് ലൈസൻസിങ് തരുന്നുണ്ട്. ടൈപ്സ് ഓഫ് ഓപ്പൺ സോഴ്സ് ലൈസൻസ് ആർ, പലതരത്തിലുള്ള ഓപ്പൺ സോഴ്സ് ലൈസൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. മോസില്ല പബ്ലിക് ലൈസൻസ് MPL, GNU not Unix General Public License GPL, GNU Lesser General Public License LGPL. ഇത് മൂന്നാണ് പ്രധാനപ്പെട്ട ഓപ്പൺ സോഴ്സ് ലൈസൻസ്. മോസില്ല പബ്ലിക് ലൈസൻസ് MPL, GNU. ആ GNU എന്നുള്ളത് തന്നെ അതിൻ്റെ ഫുൾ ഫോം GNU നോട്ട് യുണിക്സ് എന്ന. ആ G എന്നുള്ളത് GNUവിൻ്റെ, N എന്നുള്ളത് നോട്ടിൻ്റെ, U എന്നുള്ളത് യുണിക്സിൻ്റെ. ജനറൽ പബ്ലിക് ലൈസൻസ് GPL. മൂന്നാമത്തെയാണ് GNU ലെസർ ജനറൽ പബ്ലിക് ലൈസൻസ് LGPL. നമുക്ക് ആദ്യം മോസില്ല പബ്ലിക് ലൈസൻസ് MPL നോക്കാം. മോസില്ല പബ്ലിക് ലൈസൻസ് MPL. The Mozilla Public License MPL is a free and open source software copyleft license developed and maintained by the Mozilla Foundation. MPL Mozilla Public License പറയുന്നത് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ലൈസൻസ് ആണ്. കോപ്പി ലെഫ്റ്റ് സാറിന് നമ്മൾ ഡെയിലി ലൈഫിൽ ഏറ്റവും പലപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് കോപ്പി റൈറ്റ്. കോപ്പി റൈറ്റ് എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാം ഫെമിലിയർ ആണ്. പക്ഷെ അതേപോലെ കോപ്പി ലെഫ്റ്റ് ഉണ്ട്, അതെന്താണെന്നുള്ളത് നമ്മൾ പിന്നെ പറയും.
അപ്പം ഈ MPL എന്ന് പറയുന്നത് ഒരു കോപ്പി ലെഫ്റ്റ് ലൈസൻസ് ആണ്. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതും മോസില്ല ഫൗണ്ടേഷൻ ആണ്. The MPL is the license or Mozilla Firefox, Mozilla Thunderbird and most other Mozilla software. ഇത് Mozilla Firefox, Mozilla Thunderbird, പല Mozilla സോഫ്റ്റ്വെയറും യൂസ് ചെയ്യുന്ന ലൈസൻസ് ആണ് MPL, Mozilla Public License. The current version of the license is MPL version 2. ഈ Mozilla Public Licenseന്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് വെർഷൻ, കറണ്ട് വെർഷൻ ആണ് വെർഷൻ 2. MPL is a copy left license. നമ്മൾ നേരത്തെ പറഞ്ഞാണ് MPL is a copy left license. ഇനി നമുക്ക് ഈ കോപ്പി ലെഫ്റ്റ് എന്നുള്ളത് എന്താണെന്ന് നോക്കാം. Copy left is the practice of offering people the right to freely distribute copies and modified versions of a work with the stipulation that the same rights be preserved in the derivative works created later. Copy left. ഇപ്പോൾ കോപ്പി റൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പറയും കോപ്പി റൈറ്റ് ഉള്ളവർക്ക് മാത്രമേ അതിൻ്റെ കോപ്പി എടുക്കാൻ പറ്റൂ. ഇവിടെ അതിൻ്റെ ഏതാണ്ട് ഓപ്പോസിറ്റ് ആണ് കോപ്പി ലെഫ്റ്റ്. Copy left is the practice of offering people the right to freely distribute copies. ഫ്രീ ആയിട്ട് കോപ്പീസ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ലൈസൻസിങ് ഇതാണ് കോപ്പി ലെഫ്റ്റ്. ആൻഡ് മോഡിഫൈഡ് വെർഷൻസ് ഓഫ് എ വർക്ക്. ഇനി നമുക്ക് ഫ്രീ ആയിട്ട് കോപ്പി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ഇത് ഓപ്പൺ സോഴ്സ് ലൈസൻസ് ആയതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും അതിൻ്റെ സോഴ്സ് കോഡിൽ ചേഞ്ചസ് വരുത്താം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, അതിൽ ചേഞ്ചസ് വരുത്തി കഴിയുമ്പോൾ അതിൻ്റെ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയാം. അതിൽ വീണ്ടും നമ്മൾ ചേഞ്ചസ് വരുത്തി അടുത്ത സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയാം. അങ്ങനെ എത്ര കൂടുതൽ ലെവലിൽ നമ്മൾ മോഡിഫിക്കേഷൻ വരുന്തോറും നമുക്ക് ഡെറിവേറ്റീവ്സ് കൂടുതൽ വരും. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത അങ്ങനെ എത്ര മോഡിഫിക്കേഷൻ വരുത്തിയാലും സെയിം റൈറ്റ്സ് ബി പ്രിസർവ്ഡ് ഇൻ ഡെറിവേറ്റീവ് വർക്സ് ക്രിയേറ്റഡ് ലേറ്റർ. എല്ലാത്തിനും ഒരേ റൈറ്റ് ആയിരിക്കും കോപ്പി ലെഫ്റ്റ് എന്ന് വെച്ചാൽ. ഇപ്പം നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി, നമ്മളതിൽ ചേഞ്ചസ് വരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഓണർഷിപ്പ് നമുക്ക് എടുക്കാൻ പറ്റില്ല. നമുക്കത് ഫ്രീ ആയിട്ട് ആർക്ക് വേണോ കൊടുക്കാം. അയാൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഫർദർ മോഡിഫിക്കേഷൻ നടത്താം, എന്നിട്ട് മോഡിഫിക്കേഷനൊക്കെ നടത്താം. പക്ഷെ അത് അയാൾ ഫ്രീ ആയിട്ട് പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇവിടെ ആരും ആരുടെയും ഓണറല്ല. ഇതാണ് കോപ്പി ലെഫ്റ്റ് ലൈസൻസ്. ഈ മോസില്ല പബ്ലിക് ലൈസൻസിൽ ഉള്ള പല ആസ്പെക്റ്റ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ആസ്പെക്റ്റ് ആണ് പെർമിഷൻസ്. കൊമേഴ്സ്യൽ യൂസ്. സോഫ്റ്റ്വെയർ ആൻഡ് ഡെറിവേറ്റീവ്സ് മേ ബി യൂസ് ഫോർ കൊമേഴ്സ്യൽ പർപ്പസസ്. മോസില്ല പബ്ലിക് ലൈസൻസ് ഉണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയറും ബേസിക് സോഫ്റ്റ്വെയർ അതിൻ്റെ ഒറിജിനൽ സോഫ്റ്റ്വെയറും പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിൽ ആരെങ്കിലുമൊക്കെ പിന്നെ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ആ സോഫ്റ്റ്വെയർ എല്ലാം ഒഫീഷ്യലായിട്ട് തന്നെ നമുക്ക് കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം. അടുത്ത ഡിസ്ട്രിബ്യൂഷൻ. സോഫ്റ്റ്വെയർ മേ ബി ഡിസ്ട്രിബ്യൂട്ടഡ്. ഇത് ഒരു കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് സിസ്റ്റത്തിൽ വെച്ച് മാത്രമേ പ്രവർത്തിപ്പിക്കാവുന്നില്ല, നമുക്കിത് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ ഈ ഡിസ്ട്രിബ്യൂഷനും എല്ലാം പബ്ലിക് ആയിരിക്കും. മോഡിഫിക്കേഷൻ. സോഫ്റ്റ്വെയർ മേ ബി മോഡിഫൈഡ്. ഓപ്പൺ സോഴ്സ് ലൈസൻസ് ആണ്, അതുകൊണ്ട് തന്നെ സോഴ്സ് കോഡ് നമുക്ക് കിട്ടും. ആ സോഴ്സ് കോഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള മോഡിഫിക്കേഷൻസ് നടത്താം. അപ്പോൾ ഇവിടെയും മോഡിഫിക്കേഷൻസ് നടത്താം. പേറ്റന്റ് യൂസ്. ഗ്രാൻഡ് ഓഫ് പേറ്റന്റ് റൈറ്റ്സ് ഫോർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഇവിടെയും ഒരു പേറ്റന്റ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഈ സോഫ്റ്റ്വെയർ ആരൊക്കെ ഡിസ്ട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നു അവർക്കെല്ലാം ഇതിൻ്റെ ഏത് കിട്ടും? പേറ്റന്റ് റൈറ്റ് കിട്ടും. പ്രൈവറ്റ് യൂസ്. സോഫ്റ്റ്വെയർ മേ ബി യൂസ്ഡ് ആൻഡ് മോഡിഫൈഡ് ഇൻ പ്രൈവറ്റ്. നമുക്ക് പ്രൈവറ്റ് ആയിട്ടും നമ്മളെ പ്രൈവറ്റ് സോഫ്റ്റ്വെയർ പോലെയും ഇത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് മാത്രമായിട്ട് നമുക്കതിൽ ചേഞ്ചസ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ് വരുത്താം. അപ്പോൾ ഈ ഇത്രയും തരം പെർമിഷൻസ് ആണ് ഈ പെർമിഷണൽ കാറ്റഗറികളിൽ: കൊമേഴ്സ്യൽ യൂസ്, ഡിസ്ട്രിബ്യൂഷൻ, മോഡിഫിക്കേഷൻ, പേറ്റന്റ് യൂസ്, പ്രൈവറ്റ് യൂസ്. അടുത്തത് കണ്ടീഷൻസ്. ഡിസ്ക്ലോസ് സോഴ്സ്. സോഴ്സ് കോഡ് മസ്റ്റ് ബി മെയ്ഡ് അവൈലബിൾ വെൻ ദി സോഫ്റ്റ്വെയർ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്. ഇതാണ് ഈ ഓപ്പൺ സോഴ്സ് ലൈസൻസിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം.
ഓപ്പൺ സോഴ്സ് ലൈസൻസ് എന്ന് പറയുമ്പം ആദ്യം ഒരു സോഫ്റ്റ്വെയർ ഫസ്റ്റ് അവർ ഡെവലപ്പ് ചെയ്തു, അയാൾ വേറൊരാൾക്ക് കൊടുക്കുമ്പം ആ സോഫ്റ്റ്വെയർ മാത്രം കൊടുത്താൽ പോരാ, സോഴ്സ് കോഡ് കൊടുക്കണം. ഇത് അങ്ങോട്ടുള്ള എല്ലാ സോഫ്റ്റ്വെയർ പാസിങ്ങിലും ഈ ഒരു ഫിനോമിനൻ നമ്മൾ ഫോളോ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ ആർക്കൊക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അവർക്കെല്ലാം സോഴ്സ് കോഡ് അവൈലബിൾ ആക്കിയേ പറ്റൂ. അതാണ് ഡിസ്ക്ലോസ് സോഴ്സ്. ലൈസൻസ് ആൻഡ് കോപ്പിറൈറ്റ് നോട്ടീസ്. A copy of license and copyright notice must be included in the software. ഇതിന്റെ ഈ പറഞ്ഞ റൂൾസിനെയൊക്കെ ഇതിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ കോപ്പി ലെഫ്റ്റും കോപ്പി റൈറ്റും കൺഫ്യൂഷൻ ആവരുത്. കോപ്പി ലെഫ്റ്റ് പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ ഇതിന്റെ ആസ്പെക്ട് ഒക്കെ എല്ലാവർക്കും ഇന്ന റൂൾസ് ആണ്. ആർക്ക് വേണമെങ്കിൽ സോഴ്സ് കോഡ് യൂസ് ചെയ്യാം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും സോഴ്സ് കോഡ് കൊടുക്കണം, ആർക്ക് വേണമെങ്കിൽ അതിൽ അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് അതിൽ മോഡിഫിക്കേഷൻസ് വരുത്താം എന്നുള്ളതെല്ലാം ഇത് സോഫ്റ്റ്വെയർ തന്നെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ സോഫ്റ്റ്വെയർ ആര് വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പോഴും അവർക്ക് ഇന്ന ആസ്പെക്ട്സ് ഇതിനകത്തുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. സെയിം ലൈസൻസ് ഫയൽ. മോഡിഫിക്കേഷൻ ഓഫ് ദി എക്സിസ്റ്റിംഗ് ഫയൽസ് ഷുഡ് ബി റിലീസ്ഡ് വിത്ത് ദി സെയിം ലൈസൻസ്. ഇപ്പം നമ്മളൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, ഈ സോഫ്റ്റ്വെയറിൽ നമ്മൾ എക്സിസ്റ്റിംഗ് ഫയൽസിൽ ചേഞ്ചസ് വരുത്തി. അപ്പം ഇപ്പം ആ സോഫ്റ്റ്വെയറിന് ഈ പറഞ്ഞ പോലെ മോസില്ല പബ്ലിക് ലൈസൻസിൽ ഉള്ള ഏതൊക്കെ കാര്യങ്ങളാണോ ഉള്ളത് അതേ കാര്യങ്ങൾ അതേപോലെ ആപ്ലിക്കബിൾ ആയിരിക്കും ഈ മോഡിഫൈഡ് ചെയ്ത മോഡ്യൂളിൽ. അതാണ് മോഡിഫിക്കേഷൻ ഓഫ് ദി എക്സിസ്റ്റിംഗ് ഫയൽസ് ഷുഡ് ബി റിലീസ്ഡ് വിത്ത് ദി സെയിം ലൈസൻസ്. മൂന്നാമത്തെ ലിമിറ്റേഷൻസ്. അതിലൊന്ന് ലയബിലിറ്റി. ഇൻക്ലൂഡ്സ് എ ലിമിറ്റേഷൻ ഓഫ് ലയബിലിറ്റി. ഇവിടെ ഇതിനകത്തുള്ള ഇൻക്ലൂഡ്സ് എ ലിമിറ്റേഷൻ ഓഫ് ലയബിലിറ്റി വെച്ചാൽ ലയബിലിറ്റി നമ്മൾ പ്രത്യേകം പറഞ്ഞിരിക്കണം. അതാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൽ. അത് നമ്മൾ ഇനി ഏറ്റവും അവസാനം ഈ കമ്പയർ ചെയ്യുമ്പോൾ പഠിക്കും. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൽ ഇവിടെ ആർക്ക് വേണോ സോഫ്റ്റ്വെയറിൽ ചേഞ്ചസ് വരുത്താം, മോഡിഫിക്കേഷൻസ് വരുത്താം. അതുകൊണ്ട് തന്നെ ഒരു പരിധിക്കുള്ളിൽ ഇതിൻ്റെ സെക്യൂർ ആസ്പെക്റ്റിനെയും അല്ലെങ്കിൽ റിലയബിലിറ്റിയൊക്കെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ലയബിലിറ്റിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ട്രേഡ് മാർക്ക് യൂസ്. ഇറ്റ് ഡസ് നോട്ട് ഗ്രാൻഡ് ട്രേഡ് മാർക്ക് യൂസ്. കാരണം ട്രേഡ് മാർക്ക് എന്നൊക്കെ വരുമ്പോൾ അവിടെ മോർ റെസ്ട്രിക്ഷൻസ് വരുവാണ്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റിൽ ട്രേഡ് മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ പറയും ആ ട്രേഡ് മാർക്ക് വേറൊരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൽ ഫ്രീഡമാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇവിടെ ട്രേഡ് മാർക്ക് യൂസ് എന്നൊരു കോൺസെപ്റ്റ് ഇതിനകത്ത് ഇല്ല. വാറണ്ടി. ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് എനി വാറണ്ടി. അതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ സോഫ്റ്റ്വെയറിലെ സോഴ്സ് കോഡ് പബ്ലിക്കാണ്, ആർക്ക് വേണമെങ്കിലും ചേഞ്ചസ് വരുത്താം. അപ്പോൾ എപ്പോഴും ചേഞ്ചസ് വരുത്തുന്നത് എക്സാക്റ്റ് ആയിട്ട് അറിയാവുന്നവർ തന്നെ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയറിന് എപ്പോഴും നമുക്ക് ഒരു ഹൈ ക്വാളിറ്റി ഉണ്ടെന്ന് എക്സ്പെക്ട് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ സോഫ്റ്റ്വെയർ ഒന്നും വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇതാണ് മോസില്ല പബ്ലിക് ലൈസൻസ്. അടുത്ത് GNU നോട്ട് യുണിക്സ് ജനറൽ പബ്ലിക് ലൈസൻസ്, GPL. GNU not Unix General Public License, GPL. The GNU not Unix General Public License, GPL, is a widely used free software license which guarantees end users the freedom to run, study, share, and modify the software. The GNU General not Unix General Public License അതും ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ലൈസൻസ് ആണ്, വിച്ച് ഗ്യാരണ്ടീസ് എൻഡ് യൂസേഴ്സ് ഫ്രീഡം ടു റൺ. സോഫ്റ്റ്വെയർ റൺ ചെയ്യാൻ പറ്റും, സോഫ്റ്റ്വെയർ സ്റ്റഡി ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും, ആവശ്യമുണ്ടെങ്കിൽ അതിൽ ചേഞ്ചസ് വരുത്താൻ പറ്റും. അപ്പോൾ മോർ ഓർ ലെസ് മോസില്ല പബ്ലിക് ലൈസൻസ് പോലെ ഒരുപാട് ഫ്രീഡംസ് ഒക്കെ നമുക്ക് തരുന്ന ഒരു ഓപ്പൺ സോഴ്സ് ലൈസൻസ് ആണ് GNU ജനറൽ പബ്ലിക് ലൈസൻസ്, GPL. The GPL is a copyleft license, which means the derivative works can only be distributed under the same license terms. നമ്മൾ നേരത്തെ മോസില്ല പബ്ലിക് ലൈസൻസ് MPL പറഞ്ഞതുപോലെ ഇവിടെ GPLും ഒരു കോപ്പി ലെഫ്റ്റ് ലൈസൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ നമ്മൾ ചെയ്യുന്ന ചേഞ്ചസ് വരുത്തി അതിന് നമ്മൾ ഡെറിവേറ്റീവ് വർക്ക് എന്ന് പറയും. അതിലും ഒറിജിനൽ സോഫ്റ്റ്വെയറിലുള്ള അതേ ഓപ്പൺ സോഴ്സ് ലൈസൻസ് അതിൻ്റെ മോഡിഫിക്കേഷൻ വരുത്തിയ സോഫ്റ്റ്വെയറിനൊക്കെ ബാധകമാണ്. The license was originally written by Richard Stallman of the Free Software Foundation for the GNU project and grants the recipients of a computer program
ദി റൈറ്റ് ഓഫ് ദി ഫ്രീ സോഫ്റ്റ്വെയർ ഡെഫിനിഷൻ. ഈ GPL ലൈസൻസ് ഒറിജിനലി എഴുതിയത് റിച്ചാർഡ് സ്റ്റാൾമാൻ, ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്ത റിച്ചാർഡ് സ്റ്റാൾമാൻ ആണ് ഈ ജനറൽ പബ്ലിക് ലൈസൻസ് ഒറിജിനലി എഴുതിയത്. എന്ന് വെച്ചാൽ ഈ ലൈസൻസ് അനുസരിച്ച് ഈ സോഫ്റ്റ്വെയർ ആരൊക്കെ വാങ്ങിക്കുന്നു അല്ലെങ്കിൽ ആരൊക്കെ യൂസ് ചെയ്യുന്നു അവർക്കെല്ലാം ഫ്രീ സോഫ്റ്റ്വെയർ ഡെഫിനിഷൻ പ്രകാരമുള്ള റൈറ്റ്സ് കിട്ടും, ഫ്രീഡം കിട്ടും. ഇതിൽ മെയിൻ തിങ് സെയിം ഒക്കെ തന്നെയാണ്. ആർക്ക് വേണമെങ്കിലും സോഫ്റ്റ്വെയർ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ സോഫ്റ്റ്വെയർ മാത്രമായിട്ട് കൊടുക്കാൻ പാടില്ല. സോഫ്റ്റ്വെയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കമ്പൽസറി ആയിട്ട് സോഴ്സ് കോഡും കൂടെ കൊടുക്കണം. ആർക്ക് വേണോ അതിനകത്ത് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്താം. ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്തും വരുന്നത്. ഇനി MPL നോക്കിയതുപോലെ ഇതിൻ്റെ പല ലെവൽ അഗൈൻ പെർമിഷൻസ്. ഇതിനകത്ത് കൊമേഴ്സ്യൽ യൂസ്. സോഫ്റ്റ്വെയർ ആൻഡ് ഡെറിവേറ്റീവ്സ് മേ ബി യൂസ്ഡ് ഫോർ കൊമേഴ്സ്യൽ പർപ്പസ്. ഇവിടെ മറ്റതുപോലെ സോഫ്റ്റ്വെയറും അതിനകത്ത് നമ്മൾ മോഡിഫിക്കേഷൻസ് വരുത്തി, ആ മോഡിഫിക്കേഷൻസ് വരുത്തി പിന്നെ കിട്ടിയ ഡെറിവേറ്റീവ്സും എല്ലാം നമുക്ക് കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ഡിസ്ട്രിബ്യൂഷൻ. സോഫ്റ്റ്വെയർ മേ ബി ഡിസ്ട്രിബ്യൂട്ടഡ്. നമ്മളൊരു സ്റ്റാൻഡേർഡ് കമ്പ്യൂട്ടറിൽ മാത്രം വെച്ച് യൂസ് ചെയ്യണമെന്നില്ല. അത് നമുക്ക് ഒന്നിൽ കമ്പ്യൂട്ടേഴ്സിലോട്ട് നമുക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടും പറ്റും. മോഡിഫിക്കേഷൻ. സോഫ്റ്റ്വെയർ മേ ബി മോഡിഫൈഡ്. നമ്മളെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് സോഫ്റ്റ്വെയറിൽ ഫ്യൂച്ചറിൽ മോഡിഫിക്കേഷൻസ് വരുത്താനായിട്ടും പറ്റും. പേറ്റന്റ് യൂസ്. ഗ്രാൻഡ് ഓഫ് പേറ്റന്റ് റൈറ്റ്സ് ഫോർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഇവിടെയും മറ്റേത് പറഞ്ഞതുപോലെ പേറ്റന്റ് റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. പ്രൈവറ്റ് യൂസ്. സോഫ്റ്റ്വെയർ മേ ബി യൂസ്ഡ് ആൻഡ് മോഡിഫൈഡ് ഇൻ പ്രൈവറ്റ്. നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക്കായിട്ട് അല്ലാതെ പ്രൈവറ്റ് ആയിട്ട് നമുക്ക് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം, പേഴ്സണലായിട്ട് യൂസ് ചെയ്യാം. അപ്പോഴും നമുക്ക് ഇതിൻ്റെ സോഴ്സ് കോഡിൽ ചേഞ്ചസ് വരുത്തി നമുക്ക് ആവശ്യമുള്ള ചേഞ്ചസ് അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതിനൊക്കെയുള്ള പെർമിഷൻസ് ഈ GNU ജനറൽ പബ്ലിക് ലൈസൻസ് തരുന്നുണ്ട്. അടുത്ത ലെവൽ പെർമിഷൻസ് കണ്ടീഷൻസ്. ഡിസ്ക്ലോസ് സോഴ്സ്. സോഴ്സ് കോഡ് മസ്റ്റ് ബി മെയ്ഡ് അവൈലബിൾ വെൻ ദി സോഫ്റ്റ്വെയർ ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ്. നേരത്തെ മോസില പബ്ലിക് ലൈസൻസിൽ പറഞ്ഞ പോലെ ഇവിടെയും ഓപ്പൺ സോഴ്സ് കോഡ് ലൈസൻസ് പ്രകാരമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സോഫ്റ്റ്വെയർ ആർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അവർക്കൊക്കെ കമ്പൽസറി ആയിട്ട് സോഴ്സ് കോഡും കൊടുത്തിരിക്കണം. ലൈസൻസ് ആൻഡ് കോപ്പിറൈറ്റ് നോട്ടീസ്. എ കോപ്പി ഓഫ് ലൈസൻസ് ആൻഡ് കോപ്പിറൈറ്റ് നോട്ടീസ് മസ്റ്റ് ബി ഇൻക്ലൂഡഡ് വിത്ത് ദി സോഫ്റ്റ്വെയർ. മറ്റത് പറഞ്ഞ പോലെ തന്നെ ലൈസൻസ് കോപ്പിറൈറ്റ് സോഫ്റ്റ്വെയർ ഇൻക്ലൂഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഇതിൽ യൂസേഴ്സിന് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം, ഫുൾ ഫ്രീഡം ഉണ്ട് എന്നുള്ള സംഗതി മനസ്സിലാക്കാൻ പറ്റും. സെയിം ലൈസൻസ് ഫയൽ. മോഡിഫിക്കേഷൻ ഓഫ് ദി എക്സിസ്റ്റിംഗ് ഫയൽ ഷുഡ് ബി റിലീസ് വിത്ത് ദി സെയിം ലൈസൻസ്. ഇപ്പം നമ്മളൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നു, നമ്മൾ അതിൽ മോഡിഫിക്കേഷൻസ് വരുത്തി. അങ്ങനെ വരുത്തിയാലും ഏത് സോഫ്റ്റ്വെയറിലാണോ നമ്മൾ ആ മോഡിഫിക്കേഷൻസ് വരുത്തിയത് ആ ഒറിജിനൽ സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്ന ലൈസൻസിങ് ടേംസ് ആ മോഡിഫൈ ചെയ്ത സോഫ്റ്റ്വെയറിന് ഒരേപോലെ ബാധകമായിരിക്കും. സ്റ്റേറ്റ് ചേഞ്ചസ് മെയ്ഡ് ടു ദി കോഡ് ഷുഡ് ബി ഡോക്യുമെന്റഡ്. ഇതാണ് നമ്മളെ മോസില്ല പബ്ലിക് ലൈസൻസ് ഇല്ലായിരുന്ന ഒരു കാര്യം. സ്റ്റേറ്റ് ചേഞ്ചസ് മെയ്ഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ കൂടെ തന്നെ സോഴ്സ് കോഡും കിട്ടും. അതുകൊണ്ട് നമ്മൾ ആവശ്യം അനുസരിച്ച് ആ സോഴ്സ് കോഡിൽ ചേഞ്ചസ് വരുത്താം. അങ്ങനെ നമ്മൾ സോഴ്സ് കോഡിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ അത് പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ് ചെയ്തിരിക്കണം. പക്ഷേ ഏതൊക്കെ മോഡിൽ ചേഞ്ചസ് വരുത്തി, ആ ചേഞ്ചസ് എന്തോന്നൊക്കെയാണ്, ആ ചേഞ്ചസ് വരുത്തുമ്പോഴുള്ള ആഫ്റ്റർ ഇഫക്റ്റ് എന്തോന്നാണ്, അതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ് ചെയ്തിരിക്കണം. ലിമിറ്റേഷൻസ്. ലയബിലിറ്റി ഇൻക്ലൂഡ്സ് എ ലിമിറ്റേഷൻ ഓഫ് ലയബിലിറ്റി. ഇതെല്ലാം കോമൺ ആണ്, കാരണം എല്ലാം ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ വരുന്നതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോയിന്റ്സ് ഇവിടെയും ലയബിലിറ്റിക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ട്രേഡ് മാർക്ക് യൂസ്. ഇറ്റ് ഡസ് നോട്ട് ഗ്രാൻഡ് ട്രേഡ് മാർക്ക് യൂസ്. ഇവിടെയും ഫ്രീ ഷെയറിംഗ് ആണ്, ഫ്രീ യൂസബിലിറ്റി ആണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ട്രേഡ് മാർക്കുമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ട്രേഡ് മാർക്ക് യൂസ് ഗ്രാൻഡ് ചെയ്തില്ല. വാറണ്ടി. ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് എനി വാറണ്ടി. ഇവിടെ ഓപ്പൺ സോഴ്സ് ആണ്, ആർക്ക് വേണോ ചേഞ്ചസ് വരുത്താം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റിയെ പറ്റി നമുക്ക് അത്ര ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആ വാറണ്ടി. അടുത്തത് GNU ലെസർ ജനറൽ പബ്ലിക് ലൈസൻസ്. ഇപ്പം നമ്മൾ നോക്കിയ ജനറൽ പബ്ലിക് ലൈസൻസ് ആണ്. ഇതിനേക്കാളും കുറച്ചും കൂടെ
സ്ട്രിക്ട്നെസ് കുറഞ്ഞതാണ് GNU, ലെസ്സർ ജനറൽ പബ്ലിക് ലൈസൻസ്, LGPL. GNU, ലെസ്സർ ജനറൽ പബ്ലിക് ലൈസൻസ്, LGPL. Lesser general public license, the license that accompanies some open source software that details how the software and its company source code can be freely copied, distributed and modified. ഇതും ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൽ വരുന്ന ഒരു ലൈസൻസ് ആണ് ഈ ലെസർ ജനറൽ പബ്ലിക് ലൈസൻസ് എന്ന് വെച്ചാൽ ഈ ലൈസൻസിൽ ഒരു സോഫ്റ്റ്വെയറിന്റെ സോഴ്സ് കോഡ് എങ്ങനെയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കോപ്പി ചെയ്യാം, എങ്ങനെയൊക്കെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, അതേപോലെ അതിൽ എന്തോന്നൊക്കെ ആർക്കൊക്കെ എങ്ങനെയൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്താം എന്നെല്ലാം പറയുന്നതാണ് ഈ ലെസർ ജനറൽ പബ്ലിക് ലൈസൻസ്. A lesser than public license is used to license free software so that it can be incorporated into both free software and proprietary software and is often referred to as weaker sibling of GPL. ഇതാണ് നമ്മൾ തൊട്ട് മുമ്പ് നോക്കിയ ജനറൽ പബ്ലിക് ലൈസൻസും GNU ലെസർ ജനറൽ പബ്ലിക് ലൈസൻസിന്റെ വ്യത്യാസം. പ്യുവർ GPL മാത്രമാണെങ്കിൽ അത് നമ്മൾ ഫ്രീ സോഫ്റ്റ്വെയറിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് ഇത് ഫ്രീ സോഫ്റ്റ്വെയറിൽ നമുക്ക് ഈ ലൈസൻസ് യൂസ് ചെയ്യാം, അതേപോലെ വേണമെന്നുണ്ടെങ്കിൽ പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയറിൽ ഈ ലൈസൻസ് അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് തന്നെ ആ ഫ്രീഡത്തിൽ മറ്റേതിനുള്ള ഫ്രീഡം ഇവിടെ സ്വപ്പം ലെസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ജനറൽ പബ്ലിക് ലൈസൻസിന്റെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം അതിനേക്കാളും വീക്ക് ആണെന്ന് പറയുന്നത്. അതാണ് വീക്കർ സിബ്ലിംഗ്. വെറും ജനറൽ പബ്ലിക് GPL മാത്രമായിരുന്നെങ്കിൽ നമുക്കത് ഓപ്പൺ സോഴ്സ് കോൺസെപ്റ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കാരണവശാലും പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർ ഫീൽഡിലോട്ട് പോകാൻ പറ്റൂലായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ലെസർ ജനറൽ പബ്ലിക് ലൈസൻസ് എന്ന് പറയുമ്പോൾ അത് ഫ്രീ സോഫ്റ്റ്വെയറിലും നമുക്ക് യൂസ് ചെയ്യാം, അതേപോലെ പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയറിലും നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെയും പെർമിഷൻസ്. കൊമേഴ്സ്യൽ യൂസ്. സോഫ്റ്റ്വെയർ ആൻഡ് ഡെറിവേറ്റീവ്സ് മേ ബി യൂസ് ഫോർ കൊമേഴ്സ്യൽ പർപ്പസ്. നമുക്ക് കൊമേഴ്സ്യൽ പർപ്പസിൽ യൂസ് ചെയ്യാം. ഡിസ്ട്രിബ്യൂഷൻ. സോഫ്റ്റ്വെയർ മേ ബി ഡിസ്ട്രിബ്യൂട്ടഡ്. അത് നമുക്ക് സോഫ്റ്റ്വെയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. മോഡിഫിക്കേഷൻ. സോഫ്റ്റ്വെയർ മേ ബി മോഡിഫൈഡ്. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് മോഡിഫൈ ചെയ്യാം. പേറ്റന്റ് യൂസ്. ഗ്രാൻഡ് ഓഫ് പേറ്റന്റ് റൈറ്റ്സ് ഫോർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഈ സോഫ്റ്റ്വെയർ പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അവർക്കും ഇതേപോലെ പേറ്റന്റ് റൈറ്റ് കൊടുക്കണം. പ്രൈവറ്റ് യൂസ്. സോഫ്റ്റ്വെയർ മേ ബി യൂസ്ഡ് ആൻഡ് മോഡിഫൈഡ് ഇൻ പ്രൈവറ്റ്. സോഫ്റ്റ്വെയർ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത കണ്ടീഷൻസ്. ഡിസ്ക്ലോസ് സോഴ്സ്. സോഴ്സ് കോഡ് മസ്റ്റ് ബി മെയ്ഡ് അവൈലബിൾ വെൻ ദി സോഫ്റ്റ്വെയർ ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ്. സോഫ്റ്റ്വെയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ സോഴ്സ് കോഡ് അവൈലബിൾ ആയിരിക്കണം. സോഴ്സ് കോഡും കൂടെ കൊടുത്തേ പറ്റുള്ളൂ. ലൈസൻസ് ആൻഡ് കോപ്പിറൈറ്റ് നോട്ടീസ്. എ കോപ്പി ഓഫ് ലൈസൻസ് ആൻഡ് കോപ്പിറൈറ്റ് നോട്ടീസ് മസ്റ്റ് ബി ഇൻക്ലൂഡഡ് വിത്ത് സോഫ്റ്റ്വെയർ. മറ്റതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ഈ സോഫ്റ്റ്വെയർ ആക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അവർക്കൊക്കെ ലൈസൻസ് ഈ കോപ്പിറൈറ്റ് നോട്ടീസും കൂടെ സോഫ്റ്റ്വെയറിന്റെ കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. സെയിം ലൈസൻസ് ലൈബ്രറി. ഇതാണ് നേരത്തെ വ്യത്യാസം. ഇഫ് ദി സോഫ്റ്റ്വെയർ ഈസ് യൂസ്ഡ് ഇൻ ലൈബ്രറി ദെൻ ലൈസൻസ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ. ഒരു ലൈബ്രറി ആയിട്ട് ഷെയറബിൾ ആയിട്ട് നമ്മൾ ഒരാൾ പേഴ്സണലായിട്ട് യൂസ് ചെയ്യാതെ നമ്മൾ ലൈബ്രറി ഫോമിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ലൈസൻസ് ആപ്ലിക്കബിൾ അല്ല. സ്റ്റേറ്റ് ചേഞ്ചസ് made to the code should be documented. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ആർക്ക് വേണോ മോഡിഫിക്കേഷൻസ് വരുത്താം. പക്ഷെ ഇങ്ങനെ മോഡിഫിക്കേഷൻസ് വരുത്തുമ്പോൾ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്തി, എവിടെയൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്തി എന്നുള്ളത് പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ് ചെയ്യണം. ലിമിറ്റേഷൻസ്. ലയബിലിറ്റി ഇൻക്ലൂഡ്സ് എ ലിമിറ്റേഷൻ ഓഫ് ലയബിലിറ്റി. ഇതിൽ ഫ്രീ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ ആർക്ക് വേണോ ചേഞ്ചസ് വരുത്താം, അതുകൊണ്ട് ലയബിലിറ്റി കുറവാണ്. ട്രേഡ് മാർക്ക് യൂസ്. ഇറ്റ് ഡസ് നോട്ട് ഗ്രാൻഡ് ട്രേഡ് മാർക്ക് യൂസ്. നേരത്തെ പറഞ്ഞ പോലെ ട്രേഡ് മാർക്ക് യൂസ് സമ്മതിക്കുന്നില്ല. വാറണ്ടി. ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് എനി വാറണ്ടി. ഇവിടെയും ഇത് വാറണ്ടി തരുന്നില്ല. ഇത്രയാണ് GNU ജനറൽ ലെസർ ജനറൽ പബ്ലിക് ലൈസൻസ് വരുന്നത്. അടുത്ത നമ്മൾ ഒരു കമ്പാരിസൺ, പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയറും ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറും തമ്മിലുള്ള കമ്പാരിസൺ. Proprietary software versus open source software.
അതിൽ പാരാമീറ്റേഴ്സ് ഉണ്ട്, പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ, ഓപ്പൺ സോഫ്റ്റ്വെയർ, സെക്യൂരിറ്റി ആൻഡ് റിലയബിലിറ്റി. More secure and reliable. The source code may be viewed and edited by the team only and is heavily audited, eliminating the risk of backdoor trojans and reducing the risk of several bugs or issues with the software. But a lot of proprietary software based developed from proprietary operating systems are perceived comparatively less secure to those from open system software. ഇവിടെയും സെക്യൂറും ആണ്, റിലയബിളും ആണ്. സോഴ്സ് കോഡ് നമുക്ക് കാണാൻ പറ്റും. ആർക്ക്? ആ ഡെവലപ്പ് ചെയ്ത ടീമിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് പ്രോപ്പറായിട്ട് ഓഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പ്രോപ്പറായിട്ട് നമ്മൾ സെക്യൂരിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ട്രോജൻസിനെയൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പല പ്രൊപ്പറേറ്ററി ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർസും ഇപ്പോൾ ചില ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിനേക്കാളും റിലയബിലിറ്റി കുറവായിട്ടും ഇപ്പോൾ കാണുന്നുണ്ട്. Open source software are perceived less secure and reliable as the source code is already available freely to all. Hence, there may be chances for sabotage. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ സോഴ്സ് കോഡ് എല്ലാവർക്കും കിട്ടും. അതുകൊണ്ട് തന്നെ അവിടെ ലോജിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹാക്കേഴ്സിനൊക്കെ പെട്ടെന്ന് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ ഇസ് അപ്പാരന്റ്ലി ദി മോസ്റ്റ് സെക്യൂർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. Usability. Proprietary software normally employs expert usability testing, and as the software is usually aimed at a more targeted audience and therefore further tailored, usability is generally ranked quite high. Proprietary software നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഡെവലപ്പ് ചെയ്തവരായിരിക്കും. അതുകൊണ്ട് തന്നെ എന്തിനാണോ ഡെവലപ്പ് ചെയ്തത് അതിനു വേണ്ടിയുള്ള എല്ലാ ഫങ്ഷനാലിറ്റിയും ആ സോഫ്റ്റ്വെയറിൽ കാണും. This enables quicker training and provides an immediate reference. അതിൻ്റെ യൂസേഴ്സിന് വളരെ പെട്ടെന്ന് നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും, allowing users to move all along the learning curve more quickly. അപ്പോൾ പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർ ഒക്കെ വെൽ ബിൽറ്റ് ടൈലർഡ് ആയതുകൊണ്ട് തന്നെ അത് പഠിക്കുന്നവർക്ക് വളരെ അധികം ബുദ്ധിമുട്ടില്ലാതെ വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും. സപ്പോർട്ടിംഗ് സർവീസസ് ഇൻക്ലൂഡ് സെമിനാർസ്, ടാർഗറ്റിംഗ് ട്രെയിനിങ് കോഴ്സസ് ആൻഡ് എക്സ്റ്റെൻസീവ് സപ്പോർട്ട് ടു എയ്ഡ് മാക്സിമൈസ് യൂസ് ഓഫ് ദി സോഫ്റ്റ്വെയർ. അപ്പോൾ മാക്സിമം യൂസ് സോഫ്റ്റ്വെയർ മാക്സിമം യൂസ് ചെയ്യാൻ തക്കവണ്ണം ട്രെയിൻ ചെയ്യിക്കാനൊക്കെ അതിന് പറ്റും. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ടെസ്റ്റഡ് ബൈ ദി കമ്മ്യൂണിറ്റി ഫോർ യൂസബിലിറ്റി ആൻഡ് സുപ്പീരിയർ സൊല്യൂഷൻസ് ആർ ബീങ് ഡെവലപ്ഡ് ഗ്ലോബലി. പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയറിന് കമ്പനിയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആർക്കാണ് ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പല സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അവരാണ് ഈ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഒക്കെ മിക്കവാറും ടെസ്റ്റ് ചെയ്യുന്നത്. Though open source software does not legally need documentation such as user manuals or guides hindering the consumption of such tools, they are now well documented. റൂൾ അനുസരിച്ച് പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർ ആണെങ്കിൽ പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ഒക്കെ വേണം. പക്ഷേ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അങ്ങനെ ഡോക്യുമെന്റേഷൻ വേണമെന്നൊന്നും ശരിക്കും റൂളില്ല. പക്ഷേ ഇപ്പം അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇത്രയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ